നടൻ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 2 കേസുണ്ട്. കൃഷ്ണകുമാറിൻ്റെ മകള് വാദിയായ ഒരു കേസ്, അവരുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾക്കെതിരായിട്ടാണ് ആ കേസ്. അതിന് ബദലായി അവരുടെ ഡിഫൻസീവായിട്ടുള്ള ഒരു കേസ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തു. അത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താരോപണമായാലും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമാണ്. കൃഷ്ണകുമാർ സിനിമാ നടനാണ്. 4 പെൺകുട്ടികളാണ് അയാൾക്കുള്ളത്. കൃഷ്ണകുമാർ നായർ കമ്മ്യൂണിറ്റിയിലാണ്, ഭാര്യ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. 4 പെൺകുട്ടികളിലെ ഒരു പെൺകുട്ടി ഒരു ക്രിസ്ത്യനെയാണ് കല്യാണം കഴിച്ച്. എല്ലാ ജാതിക്കാരും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുണ്ട്. അതാണ് കൃഷ്ണകുമാറിൻ്റെ കാഴ്ചപ്പാട്. അഭിപ്രായ വ്യത്യാസം അയാളെ പറ്റി എന്തുണ്ടെങ്കിലും ശരി, കാഴ്ചപ്പാട് അതാണ്. പുള്ളി എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകള് ദിയ അവിടെ കവടിയാറിലെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിന് ഏകദേശം നല്ല ടേൺ ഓവറുണ്ട്. ആ പെൺകുട്ടിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഇമിറ്റേഷനായ ഗോൾഡ് ഓർണമെന്റ് വിൽക്കുന്ന സ്ഥാപനമാണ്. ചെറിയ രീതിയിൽ തുടങ്ങി, ഇപ്പം അത് നല്ലതായിട്ട് പുഷ്ടിപ്പെട്ടു, ടേൺ ഓവർ കോടിയിൽ എത്തിക്കഴിഞ്ഞു. അത് ആ പെൺകുട്ടിയുടെ കഴിവ് കൊണ്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പോയി നേരിട്ട് ഇവർ ഡ്രോ ചെയ്തെടുക്കുന്ന ആഭരണങ്ങൾ അവിടെ കൊണ്ട് കാണിച്ച് അതിൻ്റെ ഗിൽറ്റ് സാധനങ്ങൾ ഇവിടെ വരുത്തി കച്ചവടം ചെയ്യുന്നു. അതങ്ങ് തീർച്ചയായിട്ടും ആ ബിസിനസ് അങ്ങ് ഇമ്പ്രൂവ് ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇമിറ്റേഷൻ ഗോൾഡ് ഓർണമെന്റ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ 2 പെൺകുട്ടികളുണ്ട്. അവർക്ക് 15,000 രൂപ 18,000 രൂപ എങ്ങാണ്ട് ശമ്പളമുണ്ട്. 1.5-2 വർഷമായിട്ട് അവർ അവിടെയാണ്. അവിടെ പേയ്മെന്റ് മിക്കവാറും പല സ്ഥലങ്ങളും പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുന്നവർ. അത് ഓൺലൈനിൽ ആണ് പേയ്മെന്റ് വരുന്നത്. QR കോഡിലാണ് സെയിൽസ് മിക്കവാറും അവിടെ നടക്കുന്നത്. ഇപ്പം സംഭവിച്ചിരിക്കുന്നത്, ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത് 69 ലക്ഷം രൂപ വക മാറ്റിയിരിക്കുന്നു. അത് ആ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു. QR കോഡിൽ ചെറിയ വേരിയേഷൻ നടത്തി അവരുടെ മൊബൈൽ ഫോണിൽ കൂടെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോവുകയാണ്. ഇതാണ് പ്രശ്നം. ഇത് അറിഞ്ഞില്ല ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പം ഗർഭം ധരിച്ചിരിക്കുകയാണ്. അവിടെ അതിൻ്റെതായ അസുഖങ്ങളൊക്കെ ഉണ്ട്. അവർ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നില്ല. എങ്കിലും വീട്ടിൽ ഇരുന്നെല്ലാം ഓൺലൈനിലെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ദിയ. ബിസിനസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് അവിടുന്ന് 69 ലക്ഷം രൂപ QR കോഡിൽ ചെറിയ വേരിയേഷൻ കാണിച്ച് ഈ 3 പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ പണത്തെപ്പറ്റി ചോദിച്ചു. അത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ പണം കൊടുത്തില്ല. അവർ വെട്ടിച്ചെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് പണം കിട്ടാതെ വന്നപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ദിയ ആ പെൺകുട്ടി കേസ് കൊടുത്തു. അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൻ്റെ അന്വേഷണ സമയത്ത് ഇത് നെഗോഷിയേഷൻ നടന്നു. അവർ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരും കൃഷ്ണകുമാറിനെ കണ്ടു, സംസാരിച്ചു. അയാളുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പം കടയിലുള്ള കുട്ടികളെ ഇവർ തന്നെ കാറിൽ അവിടെ എത്തിച്ചു. അങ്ങനെ അതേപ്പറ്റി സംസാരിച്ചു. അതൊരു സെറ്റിൽമെന്റിലേക്ക് വരാം. 69 ലക്ഷത്തിന് 22.5 ലക്ഷത്തിന് പൈസ തന്ന പ്രശ്നം തീർക്കാം എന്നുള്ള രീതിയിൽ ഒരു ഒത്തീർപ്പ് വന്നു. അതിനകത്ത് ചില ആൾക്കാർ അനാവശ്യമായിട്ട് ഇടപെട്ട് അത് നശിപ്പിച്ചു എന്നുള്ളതാണ്. അവരെ അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ച് പ്രശ്നം സംസാരിച്ച് തീർത്ത് ഒരു സെറ്റിൽമെന്റ് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. 22.5 ലക്ഷം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അതിലൊരു 8 ലക്ഷം രൂപ ഇവർ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണെന്ന് അവർ പറയുന്നു. എന്തായാലും 8.5 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഇത് കയറി തെറ്റിയത്. പൈസയും കിട്ടിയില്ല. അതേസമയത്ത് അത് സെറ്റിൽമെന്റ് ആകാതെ വന്നുകൊണ്ട് കൃഷ്ണകുമാറിന്റെ മോള് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഒരു കോഗ്നിസബിൾ ഓഫൻസാണ്. എന്താണ് കുറ്റം? 69 ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്നുള്ളതാണ്. ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്? അവരുടെ അക്കൗണ്ടിൽ, ആ 3 പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ. അപ്പോൾ ഒരു കോഗ്നിസബിൾ ഓഫൻസാണ്, കുറ്റമാണ്. മ്യൂസിയം പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന കുറ്റങ്ങൾ ഒരു ചീറ്റിംഗ് ആണ്. 420 പഴയ ഇന്ത്യൻ പീനൽ കോഡിലെ 420 അല്ലെങ്കിൽ BNS 318 ചീറ്റിംഗ് നടന്നിരിക്കുന്നു. അതുപോലെ ഇതൊരു ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. അവരെ കച്ചവടം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ 3 പെൺകുട്ടികളെ അതൊരു ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്
അവർ വിശ്വാസ്യതയില്ലാതെ പെരുമാറി. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെ 3 ക്ലർക്കന്മാരെ അല്ലെ 3 ജീവനക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ട്രസ്റ്റിന് വിരുദ്ധമായി അവർ പണം അടിച്ചു മാറ്റി. അത് 408 വകുപ്പ് പ്രകാരം, IPC പ്രകാരം, അല്ലെങ്കിൽ 316 BNS പ്രകാരം കുറ്റകരമാണ്. 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റമാണ്. അതിനുള്ള എവിഡൻസ് ഉണ്ട്. കാരണം ഡോക്യുമെന്ററി ഡിജിറ്റൽ എവിഡൻസ് ആണ്. QR കോഡിൽ നിന്ന് പണം പോയിരിക്കുന്ന ഇവരുടെ അക്കൗണ്ടിലാണ്. ശരി, അത് തെറ്റുപറ്റിയെങ്കിൽ ആ പണം തിരിച്ചു കൊടുത്തോ? ഇല്ല. ആ പണം ഇവർ എന്ത് ചെയ്തു? അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊരു പെൺകുട്ടി ഒരു വീട് വെച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേശ്ശെ പൈസ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പണം അതിലൊരു പെൺകുട്ടിയുടെ ബ്രദറിന് ഗൾഫിലേക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തിട്ട് അയാൾ അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഡിജിറ്റലായിട്ടുള്ള ടെക്നോളജിയാണ്. അതുകൊണ്ട് QR കോഡിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു കുറ്റം തന്നെയാണ്. ആ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഇവരുടെ 3 പേരുടെ അക്കൗണ്ടിലേക്ക് പണം പോകാനാണ്. ശരി, തെറ്റായിട്ട് ടാക്സ് വെട്ടിക്കാനാണ് അവരിത് കാണിക്കുന്നതൊക്കെ ആരോണം ഇവർ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ, ടാക്സ് വെട്ടിക്കാൻ തന്നെ. നിങ്ങളുടെ കയ്യിലോട്ട് വന്ന പണം തിരിച്ചു കൊടുത്തോ? ഇല്ല. ആ പണം എന്ത് ചെയ്തു? അത് അവരുടെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു. അപ്പോൾ തട്ടിപ്പ് ക്ലിയറായി, ചീറ്റിങ് വളരെ ക്ലിയറായി, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ക്ലിയറായി. ഇതിനകത്ത് അക്കൗണ്ടിനകത്ത് കള്ളത്തരം കാണിച്ചു, ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടും വന്നു കഴിഞ്ഞു. 477A ആണ് ഇന്ത്യൻ പീനൽ കോഡിൽ, അല്ലെങ്കിൽ 344 BNS. ഈ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്ത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. ബാക്കി പ്രതികൾ ഇതുപോലെ കൗണ്ടറായിട്ടുള്ള 100 ആരോപണം ഉണ്ടാക്കും. അത് നള്ളിഫൈ ചെയ്യാൻ അത് പോലീസ് മനസ്സിലാക്കണമായിരുന്നു. കൗണ്ടർ കേസ് എടുക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ഒരു തരത്തിൽ SC ആയാലും ശരി, ഏത് വെച്ചാലും ശരി, പ്രതികളായിട്ട് വന്നവർ ഒരു കൗണ്ടർ അടിക്കുകയാണ്. അവരെ ഇത്ര നാളും അവരെ ഈ ജാതിപ്പേര് വിളിച്ചു പറയുന്ന അവരെ 1.5 വർഷമായിട്ട് ആ ജാതിപ്പേര് വിളിച്ചില്ല, അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തല്ലേ. അവരെ അല്ലേ അവിടെ നേരത്തെ പിരിച്ചുകൂടായിരുന്നല്ലോ, അവരെ എടുക്കാതിരിക്കായിരുന്നല്ലോ. അങ്ങനെ ഒരു ജാതി ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അവരെ എടുക്കാതിരിക്കാമല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അത് വല്ലാതെയും. അതുകൊണ്ട് മ്യൂസിയം പോലീസ് രണ്ടാമതെടുത്ത കേസ് നിലനിൽക്കുന്നതല്ല, അത് എടുക്കാൻ പാടില്ല. പ്രതികളെല്ലാവരും ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രതി സ്ഥാനത്ത് വരുന്നവർക്കെല്ലാം കൗണ്ടർ കേസ് എടുത്താൽ കേരളത്തിൽ നീതി നടപ്പാക്കാൻ പറ്റില്ല. അത് കാണിക്കുന്ന മ്യൂസിയം പോലീസ് കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. എന്താരോണായാലും ശരി, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാ അവർ മോഷ്ടിച്ചു എന്ന് കൃത്യമായി കണ്ടെത്തിയതാണ്. പ്രതികളെ രക്ഷപ്പെടുത്താനോ പ്രതി പറഞ്ഞ ആരോപണം കേൾക്കാനല്ല അവരിയ്ക്കേണ്ടത്. അത് പ്രതിസ്ഥാനത്ത് അവരുണ്ടായി പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തോട്ടെ. മ്യൂസിയം പോലീസ് ആ വാദിയുടെ കൂടെ നിൽക്കേണ്ട പോലീസ് അതിലെ പ്രതികളെ സംരക്ഷിക്കാനായിട്ട് അവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നീതി നടപ്പാക്കാൻ ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രണ്ടാമത്തെ കേസ് റെഫർ ചെയ്ത് കളയുന്നതാണ് ബുദ്ധി. ഇല്ലെന്നുണ്ടെങ്കിൽ അത് എടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പണി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ പോയാൽ കേരളത്തിൽ ഒരിടത്തും നീതി നടപ്പാക്കാൻ പറ്റില്ല. ഒരു കേസിലെ പ്രതി ആയി നിൽക്കുന്ന ആള് പറയുന്നത് കേട്ട് അടുത്ത കേസ് എടുക്കാൻ പോയാൽ ഇന്ത്യയിൽ ഒരിടത്തും നീതി നടപ്പാക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം SHOയ്ക്കുണ്ട്. സത്യസ്ഥിതി മനസ്സിലാക്കിയിട്ട് മാത്രം കേസ് എടുക്കുന്ന ആളാണ് SHO. കൗണ്ടർ വരുന്ന സമയത്ത് അത് അന്നേരം ആലോചിക്കണം. കാരണം അതിനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവര് പറഞ്ഞിക്കൽ അവരെ തട്ടിക്കൊണ്ടുപോയി അത് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വന്നതിന് എന്താണ് കുറ്റം? അത് തട്ടിക്കൊണ്ടു പോകലാണോ? ഇവരുടെ ആവശ്യപ്രകാരം ആരാണ് ഇവരുടെ പിന്നിൽ നിൽക്കുന്നത്? അയാളെ കൂടി പ്രതിയാക്കണം. കാരണം ഈ പണം തട്ടിയെടുത്തത് അയാൾക്ക് പങ്കുണ്ടാവും, അല്ലെങ്കിൽ അയാൾ രംഗത്ത് വരില്ല. എങ്ങനെയാണ് ഇവരുടെ അക്കൗണ്ടിൽ പണം പോയത്? QR കോഡ് ഉണ്ടായത് അടുത്ത ചീറ്റിങ്ങും ഫോർജറി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത കുറ്റത്തിലേക്ക് അവർ പോകും. ഈ പെൺകുട്ടികൾക്ക് അഡ്വൈസ് കൊടുത്തത് വക്കീലായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, റോങ് അഡ്വൈസ് ആണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇയാളൊരു BJP കാരനായിരിക്കാം, അത് നടനായിരിക്കാം, അത് വേറെ പണം ഉണ്ടായിരിക്കാം, അതൊക്കെ വേറെ കാര്യങ്ങൾ. അങ്ങേര് കൊടുത്ത പരാതി അനുസരിച്ച് 69 ലക്ഷം രൂപ വെട്ടിച്ചിരിക്കുന്നു. QR കോഡിൽ മാറ്റി വെട്ടിച്ച് അത് ട്രാൻസ്ഫർ ചെയ്തു. ശരിയത്തെ അവർ ഇൻകം ടാക്സോ അല്ലെ സെയിൽ ടാക്സോ വെട്ടിക്കാൻ വേണ്ടി ആ പെൺകുട്ടി ഇവരുടെ അക്കൗണ്ടിൽ അയച്ചെന്ന് ഇവർ വാദഗതി പറഞ്ഞോട്ടെ. തിരിച്ചവരെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിന് പകരം ആ പണം ഉപയോഗിച്ച് വീട് പണിതിരിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോലീസ് അന്വേഷണം വ്യാപിക്കണം, ആ കേസ് റെഫർ ചെയ്യണം. മലീഷ്യസ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ ശ്രമിച്ച പ്രതികൾക്കെതിരായിട്ട് അടുത്ത കേസ് കൂടെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിലേ നീതി നടപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അൺഎൻഡിങ് ആയിട്ടുള്ള ക്രിമിനൽ കേസുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പോലീസിന്റെ പഠനത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവരെയൊക്കെ പഠിപ്പിച്ചു വിടുമ്പോൾ ഒരു കേസിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്, അപ്പോൾ കേസ് എടുക്കുക എന്നുള്ള. പ്രതിയുടെ കാര്യത്തിൽ വേറെ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ പറയുന്ന അനുസരിച്ച് പോയ ഇന്ത്യയിലും കോടതിയിലും ഒന്നും ഒരു നീതി നടപ്പാക്കാൻ ഒക്കില്ല. അതുകൊണ്ട് അവിടെ ആ ചിന്ത, ആ നടപടിക്രമം എല്ലാം തെറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ.